ഞാനത് ഇന്നലെ അത് യൂട്യൂബിൽ ഇട്ടപ്പോൾ എനിക്ക് നാട്ടിൽ നിന്നൊരു ഭീഷണി. രജനി ഇവരെ കൂടി പോയിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ഉണ്ടായ സംഭവമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ആരെങ്കിലും ഒരാൾ കൂട്ടിന് വേണം എന്ന് പറയുമ്പോൾ അവിടെ ആര് കൂട്ടിന് പോകും എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു അവർ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് വീഡിയോയിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ജോക്ക് ഫാമിലി എന്ന് പറയുന്ന നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, നമുക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്താണ് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ പറയാനുള്ളത്, ഞാൻ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആ പറഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് നമ്മുടെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കാണാത്തവരുണ്ടെങ്കിൽ. അതല്ലാത്തവരോട് പറയാണ്, കണ്ടവരോട് പറയാണ്. അപ്പോൾ ഇവർക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, രജനി ഇവരെ കൂടി പോയിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ഉണ്ടായ സംഭവമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ആരെങ്കിലും ഒരാൾ കൂട്ടിന് വേണം എന്ന് പറയുമ്പോൾ അവിടെ ആര് കൂട്ടിന് പോകും എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു അവർക്ക്, ഇവർ നൈറ്റിൽ തങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് രസ്നയോട് മറുപടി പറഞ്ഞപ്പോഴാണ് രസ്ന അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞ മറുപടി പറയാമെന്ന് പറഞ്ഞത്. പക്ഷേ ഞാനത് ഇന്നലെ അത് യൂട്യൂബിൽ ഇട്ടപ്പോൾ എനിക്ക് നാട്ടിൽ നിന്നൊരു ഭീഷണി. ആരുമില്ല, അവളെന്നെ. നിങ്ങളിനി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ എന്ത് വിചാരിക്കും ആൾക്കാർ എന്നുള്ള രീതിയിലാണ് എന്നോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് ഞാനിപ്പോൾ ആ സംഭവം, അതുകൊണ്ട് നമ്മൾ കുറച്ച് അതും കൂടി ബഹുമാനിക്കുമല്ലോ. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടി പറയുന്നത്? നമ്മളൊന്നും പറഞ്ഞിട്ടുമില്ല, പിന്നെ എന്തിനാണ് ഇതിൽ ചാനലിലൊക്കെ കയറി ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടെന്നൊക്കെ ചോദിച്ചു. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഞാൻ ഇത്രേ പറഞ്ഞോളൂ. അല്ല, ആരും ഇല്ലാത്തൊരവസ്ഥ പറയുന്നത് വേണ്ട, നിങ്ങൾ എന്താ പറയണമെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അവസാനിച്ചു. പിന്നെ പറയാനുള്ളത്, 2024 അവസാനിച്ചു, 25 വരുന്നു. ഹാപ്പി ന്യൂ ഇയർ ആണ് എല്ലാവർക്കും വരാൻ പോകുന്നത്. അപ്പോൾ 2024 ഞങ്ങളുടെ ചാനലിന് കിട്ടിയ റീച്ച്, അല്ലെങ്കിൽ പറയുന്നത്, ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെയൊക്കെ ആയിരുന്നു ഞങ്ങൾ കടന്നു പോയിരുന്നത്, ഒരുപാട് മൊത്തത്തിൽ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സത്യങ്ങൾ കൊണ്ട് ഞങ്ങൾ അതിനെ നേടിയെടുത്ത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പിന്നാമ്പുറം. കാരണം പലരും നമ്മളെ തോൽപ്പിക്കാനായിട്ട് നമ്മുടെ പിന്നാലെ ഉണ്ടാവും. അതൊക്കെ നമ്മളുടെ കൂടെ സത്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്നും ജയിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസബോധം, അല്ലെങ്കിൽ ഒരു ഉത്തമ ബോധം ഉണ്ടായ ഒരു വർഷം എന്ന് പറയുന്നതാണ് 2024. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് വിഷമങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധി കൂടെയാണ് അങ്ങനെ കടന്നു പോയത്. 2025 വരും, 26 വരും, എന്ത് വന്നാലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നന്നായിരിക്കുക. ഞാൻ എപ്പോഴും എൻ്റെ വഴിയിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നത് അവർ വിചാരിച്ചോട്ടെ. ഇപ്പം നമ്മളെക്കുറിച്ച് ഒരുപാട് വിചാരിക്കുന്നുണ്ടാവും, വിചാരിക്കാതിരിക്കുന്നുണ്ടാവും. അതിപ്പോൾ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർ പറയാണ്ടിരിക്കുക, അത് അവരും പഠിച്ചവനും കൂടി ആയിക്കോളും. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ആൾക്കാർക്കൊക്കെ അതിന് തക്കതായ രീതിയിൽ പടച്ചോൻ കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലരും തെറ്റിദ്ധാരണകൾ കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം അതങ്ങനെ അതിൻ്റെ വശം പോലെ പോകുന്നു. അപ്പോൾ ഓരോ വർഷവും കടന്നു പോകും, ഓരോ വർഷത്തിലും ഓരോരോ സംഭവങ്ങളും ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ വർഷത്തിന് കുറ്റം പറഞ്ഞിട്ടോ അതൊന്നും കാര്യമില്ല, അത് നമ്മുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് വരുന്ന സംഭവങ്ങളാണ്. അപ്പം അതിലൊന്നും നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എന്തായാലും നാളെ ന്യൂ ഇയർ പരിപാടികളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും തിരക്കാവും. അപ്പോൾ ന്യൂ ഇയറിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തും. അപ്പോൾ ഓരോ വർഷം കടന്നു പോകുമ്പോഴും നമ്മൾക്ക് കൂട്ടായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ഏറ്റവും കൂടപ്പിറപ്പ്, അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പ് എന്ന് പറയാൻ പറ്റില്ല, കൂടെ എപ്പോഴും ഉണ്ടാവുന്നതാണ് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ വൈഫ്, അല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ
ഒരു പാട്ട് പാടാൻ വിചാരിച്ചിട്ടുണ്ട്. അനുരാഗിണി ഇതാ